അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു മത്തിക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ മത്തിക്കറി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്ന അടിപൊളിയായിട്ടുള്ളൊരു മത്തിക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായി ഞാൻ 1/2 കിലോ മത്തി നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിനായി ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്കിതൊന്നങ്ങോട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് ചെറിയുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കുമ്പോൾ അരഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഏറെ ടേസ്റ്റി ആയിട്ട് കിട്ടുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണിലും കുറച്ച് താഴെയായിട്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ വഴണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനായി ഞാൻ 2 തക്കാളി മിക്സിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തക്കാളി ഇങ്ങനെ മിക്സിയിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി നല്ല കുറുകിയ രീതിയിൽ തന്നെ കിട്ടും. അതിനാണ് നമ്മളിങ്ങനെ അരച്ചെടുത്തത് ചേർത്തെടുത്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കണം. നമുക്ക് വാളംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനായി ഞാൻ കുറച്ച് വെള്ളത്തിൽ 10 മിനിറ്റ് കുടംപുളി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ഈ കറിയിലേക്ക് ഓരോ മത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ മത്തി മുഴുവൻ കറിയിലേക്ക് ഇട്ടിട്ടുണ്ട്. മത്തി നമ്മൾ കറിയിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ വിതറി കൊടുക്കുക. ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമുക്ക് ഈ മത്തിക്കറി നല്ല തിക്കായിട്ടുള്ള രീതിയിൽ കിട്ടുന്നത് വരെ വേവിച്ചെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മത്തിക്കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.